ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പാഴ്സൽ വന്ന ചെടികൾ നടാനുള്ള ഒരുക്കമാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ഞാൻ താമരയുടെ ട്യൂബറും പിന്നെ ആമ്പലിൻ്റെ തൈകളാണ് നടുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് മണ്ണ് ഞാൻ ഇട്ട് വെച്ചു. ഇത് ബേസിനെല്ലാം പഴയ ബേസിനാണ്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബേസിനുകളാണ്. അപ്പോൾ ആദ്യമേ തന്നെ മണ്ണ്, വെറും മണ്ണാണ് ഇത്. ഇതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് മുയൽ കാഷ്ടത്തിൻ്റെ കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ചെറുത് കുറച്ച് കേട്ടോ. ഒരു 2 കപ്പ് അത്രയേ ഉള്ളൂ. കാരണം എനിക്ക് പേടി, കാരണം ഇത് അഴുവി അങ്ങനെ പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്, ഞാൻ ഇട്ടില്ല. അതുകൊണ്ട് വെറും മണ്ണാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം വരെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തും ഉണ്ട് ഈ മണ്ണ് കട്ടയായിട്ടിരിപ്പുണ്ട്, വെള്ളമൊക്കെ നനഞ്ഞിട്ടേ ഇതിനകത്തും ഇട്ട്. അപ്പോൾ 2 ആമ്പലിൻ്റെ തൈകളും ഒരു താമരയുടെ ട്യൂബറുമാണ് ഞാനിപ്പോൾ നടുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് വെള്ളം നിറയ്ക്കാം. കുറച്ചൊന്ന് നനച്ചു കൊടുക്കുകയാണേ, അത് നടാൻ വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് നട്ടതിന് ശേഷം മാത്രം നിറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നനയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തത്. എല്ലാത്തിലും അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കട്ടകളൊക്കെ പൊട്ടിപ്പോവും. വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന ഇതാണ്. ഞാൻ പാഴ്സൽ വന്ന് പൊട്ടിച്ച ഉടനെ തന്നെ ഞാനത് വെള്ളത്തിലിട്ട് വെച്ച്. കാരണം കുറേ ദിവസമായി, ഇപ്പം 3-4 ദിവസമായി. ഇന്നലെ പോസ്റ്റ് ഓഫീസ് ലീവായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വന്നില്ല. ഇന്നലെ വരണ്ടുള്ളായിരുന്നു. ഇനിയിപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നട്ടു കൊടുക്കാം. ഇത് 2-3 മൊട്ടുകളൊക്കെ ഉണ്ട്. ഒരു മൊട്ടും കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തപ്പോൾ അഴുകി പോയി. ഇതൊക്കെ പൂത്ത് വരുമോയെന്ന് എനിക്കറിയത്തില്ല, പൂവാവുമെന്നറിയത്തില്ല. എന്നാലും മുറിച്ചൊന്നും കളയുന്നില്ല, നമുക്ക് നട്ടു നോക്കാം. പാവം വാടി കരിഞ്ഞിരിക്കുകയാണേ. കാരണം 3-4 ദിവസം കൊണ്ട് ഇങ്ങനെ ആ പാക്കറ്റിനുള്ളിൽ ഇരിക്കുകയല്ലേ. ഇത് നടുമ്പോൾ അതിൻ്റെ വേര് മാത്രം പിന്നെ മണ്ണിനടിയിൽ പോയാൽ മതി കേട്ടോ. ഈ മുകളിലത്തെ ഭാഗം ഒന്നും മണ്ണിനടിയിൽ പോരുതെന്നാണ് അവർ പറഞ്ഞത്, കാരണം അഴുകിപ്പോവും. ഇപ്പോൾ വേര് മാത്രമേ മണ്ണിനടിയിൽ പോയിട്ടുള്ളൂ. ഇനി അടുത്തത് നടാം. ഇതിനകത്തും വലിയ മുട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ അതിന് ഷേത് ഏറ്റിട്ടുണ്ട്. നോക്കാം വിരിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നോക്കാം. ഇത് തൈ കിളിച്ചാൽ മതിയായിരുന്നു. കൂടുതലൊന്നും മണ്ണിൽ വെച്ചിട്ടില്ല. വെള്ളം ഒഴിക്കുമ്പം ഇളകി പോവുമോയെന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ ഈ ആമ്പലും താമരയും പരീക്ഷിച്ചിട്ടില്ല.
ഒരു പ്രാവശ്യം മാത്രം താമരയുടെ ഒരു ട്യൂബർ കൊണ്ടുവന്നിരുന്ന് ഞാൻ നാട്ടിൽ പോയപ്പോൾ അവിടുന്ന് നല്ല റെഡ് താമരയുടെ ട്യൂബർ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് നട്ടിട്ട് ഞാൻ പോളി ഹൗസിൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് പിന്നെ വെയിൽ കിട്ടാത്ത സ്ഥലമായിരുന്നു ആ ഭാഗം. കാരണം ഒരു മരത്തിൻ്റെ ഷെയ്ഡ് ആ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മുള വന്നിട്ട് മെല്ലെ അത് ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ അഴുകി പോയി. അതുകൊണ്ട് എനിക്കിപ്പോൾ പേടിയായിപ്പോൾ ഇത് എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല. നോക്കാം എന്തായാലും. ഇനിയിപ്പോൾ ട്യൂബറും കൂടെ നടണം. ഇതൊരു വാട്ടർ പ്ലാന്റാണ്, ഇത് വേറെ നടാം. ഇത് ട്യൂബർ, അതും ഇങ്ങനെ നട്ട് നോക്കാം. ഇതൊരു സൈഡിൽ നട്ടു കൊടുക്കാം, അങ്ങനെ പറഞ്ഞത്. സെൻറ്ററിൽ ആവശ്യമില്ല. ഈ ഭാഗം മാത്രം മണ്ണിൽ ഇരുന്നാൽ മതി. ആ നോട് ഭാഗം മാത്രം. കിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് തോനെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. കുറച്ച് വെള്ളം മാത്രം, പിന്നെ മുളപ്പ് ഇങ്ങനെ വന്നതിന് ശേഷം മാത്രം വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അറിവ്. എത്രമാത്രം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് വെള്ളം വീഴാതെ, മണ്ണിലേക്ക് വീഴാതെ ഈ പ്ലാസ്റ്റിക് വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കലങ്ങാതെ, എന്ന് വെച്ചാൽ ചെടിയുടെ ചോട് ചിലപ്പോൾ ഇളവി പോയാൽ അറിയത്തില്ല, കുത്തനെ പോയി വെള്ളം വീണ് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ചെടി ഇളവി പോവാതിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ ഏത് ചെടിയാണെന്നുണ്ടെങ്കിലും ആദ്യം നടുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം നമുക്കറിയത്തില്ലല്ലോ ഇതെങ്ങനെയൊക്കെ ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളും ഇതെങ്ങനെ നടേണ്ടുള്ളത് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇത് വളർന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ നടാമെന്നുള്ളൊരു ആത്മവിശ്വാസം വരും. അപ്പോൾ നമുക്ക് പേടിയില്ലാതെ, ടെൻഷൻ ഇല്ലാണ്ട് നടാൻ പറ്റും. അപ്പോൾ കിളിച്ചാൽ മതിയായിരുന്നു. എനിക്കിപ്പോൾ അതേ ഉള്ളൂ പ്രാർത്ഥന. ഇതിനകത്ത് നിറയെ വെള്ളം ഒഴിക്കണോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഒരു 3/4 ഭാഗം വരെ ഞാൻ ഒഴിക്കും. എന്ന് വെച്ചാൽ മണ്ണിൻ്റെ മുകളിൽ നിന്ന് ഒരു 1/2 ഭാഗം വരെ. മൊത്തം ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഞാൻ ഒഴിക്കുന്നില്ല. ഇപ്പോൾ മുട്ടൊക്കെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ട്. നോക്കാം. ഈ ഇലയൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. കിളിച്ചാൽ മതിയായിരുന്നു. അതിനും ഇതേമാതിരി പ്ലാസ്റ്റിക് വിരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൂടുതൽ വെയിലത്ത് വെക്കുന്നത് ബുദ്ധിമുട്ടാവുമോ എന്നറിയത്തില്ല. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വാടിപ്പോവുമോ എന്നുള്ളതും അറിയത്തില്ല. കാരണം ചോട് ഒന്ന് വേര് പിടിച്ചതിന് ശേഷം വെയിലത്ത് വെച്ചാൽ മതിയോ, അതും എനിക്കറിയത്തില്ല. അതും ഒന്ന് ചോദിച്ചറിയണം. അപ്പോൾ തോനെയും വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് എടുത്ത് മാറ്റി അങ്ങോട്ട് തണലത്തെങ്ങാനും വെക്കണമെങ്കിലും ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും വെള്ളമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ.
ഇനി നമുക്ക് ട്യൂബറിലേക്ക് ഒഴിക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളം നനവുണ്ട്, പക്ഷെ കുറച്ചും കൂടെ ഒഴിക്കാം. വെള്ളം വരുന്നില്ലല്ലോ, താഴെ അവരെന്തിനോ വെള്ളം എടുക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വെള്ളം വരുന്നില്ല. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വരുന്നുണ്ട്. ഇതിന് കൂടുതൽ വെള്ളം വേണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഇങ്ങനെ നട്ടേക്കുന്നത് ഇത്രയും മതിയാവുമായിരിക്കും എന്ന് നോക്കും. മതിയല്ലേ, ഇത്രയും മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നിൽപ്പുണ്ട് ഇത്. അതിൻ്റെ ആ വേര് വന്ന ഭാഗം മാത്രമേ മണ്ണിനകത്തുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണേ. ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇനി എന്താവും എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. പിന്നൊരു കാര്യം, ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.